ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് നമ്മുടെ ബൺ ദോശ. അപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ അരി ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല കേട്ടോ. ഉഴുന്ന് ചേർക്കാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദോശയുടെ മാവിൽ വെള്ളം കൂടിപ്പോരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ സാധാരണ ദോശയായി പോവും, ബൺ ദോശയാവില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ബൺ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കറികളൊന്നും വേണ്ട, വെറുതെ കഴിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വെറുതെ നമുക്ക് കഴിക്കാം. പിന്നെ ചട്നിയോ ചിക്കനോ മീനോ വെജിറ്റബിൾ കറിയോ ഏതുണ്ടെങ്കിലും കൂടെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അവല് വെളുത്ത അവലാണെങ്കിലും മട്ട അവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവലെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു അളവിൽ തന്നെ തേങ്ങ ചിരവിയത് 1/2 കപ്പ് തന്നെ തേങ്ങ ചിരവിയതും വേണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പച്ചരി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ. 1.5 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയും ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ അരിയും ഉലുവയും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, കഴുകിയെടുത്തിട്ടില്ല. കഴുകിയെടുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറയാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റില്ല കേട്ടോ, 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പകുതി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ അവല്. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. അത് നമ്മൾ ബാക്കിയുള്ളത് ഇതെല്ലാം അരച്ച് മാവൊക്കെ പൊങ്ങി കഴിയുമ്പോൾ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നാളെ ചേർക്കും കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസം വൈകിട്ടാണ് അരച്ച് വയ്ക്കുന്നത്, രാവിലത്തേക്കായിട്ട്, നാളെ രാവിലത്തേക്കായിട്ട്. അപ്പോൾ നാളെ രാവിലെ ചേർക്കുള്ളൂ, ഇപ്പോൾ ചേർക്കില്ല. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് ആ തേങ്ങയുടെ ചെറിയ തരികൾ ഉണ്ടാവും, എങ്കിലും നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ മിക്സിയിൽ അരയുന്നതിൻ്റെ മാക്സിമം നമ്മൾ അരച്ചെടുക്കുക. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്, കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല കട്ടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയുടെ 2ാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളത്, എങ്കിലും ഒരുപാട് വെള്ളമല്ല കേട്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഈ മിക്സിയുടെ ജാറിലുണ്ടല്ലോ, കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, ഒന്ന് കറക്കിയെടുക്കാം. അടിച്ചെടുക്കുകയല്ല, ജസ്റ്റ് ആ മിക്സിയിലുള്ള അരിയൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ട്, ആ മാവൊന്ന് പോരാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. വളരെ കുറച്ച് വെള്ളം, ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം മതി. ഇനി നമുക്ക് മിക്സി ചുറ്റിച്ചെടുത്ത ആ ഒരു ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ദിവസം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും എളുപ്പം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ വെള്ളവും ആദ്യം നമ്മൾ അരച്ച തേങ്ങയും അവലും എല്ലാം ഒരുമിച്ച് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇളക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. 2 പ്രാവശ്യമായിട്ട് വലിയ മിക്സിയുടെ ജാറാണെങ്കിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 8 മണിക്കൂർ, ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ 8 മണിക്കൂർ വയ്ക്കുക. തണുപ്പ് ക്ലൈമറ്റ്, ഇപ്പോൾ മഴക്കാലം മഞ്ഞുകാലമൊക്കെ ആണെങ്കിൽ ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ വയ്ക്കേണ്ടി വരും കേട്ടോ. അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ ചിലപ്പോൾ 6 മണിക്കൂർ ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങും. അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസം കാണണം. അത് ഇപ്പോൾ ഒരു ഏകദേശം ടൈമാണ് ഞാൻ പറയുന്നത്. ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ 8 മണിക്കൂർ, തണുപ്പ് ക്ലൈമറ്റ് ആണെങ്കിൽ 10 മുതൽ 12 മണിക്കൂർ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നാളെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച മാവ് ഇതാ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദോശമാവ് പൊങ്ങുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വരില്ല, ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ബോളായാലും ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 4-5 ഉള്ളി, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല, 5-6 പച്ചമുളക് എടുക്കാം. ചെറിയ എരിവ് മതി എന്നുണ്ടെങ്കിൽ 3-2 എടുത്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ നമ്മുടെ മാവിലേക്ക് ഉണ്ടല്ലോ
ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ മതി. ഉപ്പൊക്കെ നമ്മൾ തലേ ദിവസം ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്, നമ്മളിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് നമ്മുടെ ദോശയുടെ ബാറ്ററിൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പച്ചമുളകും ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറിയൊരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു തിക്നെസ് വരും പച്ചമുളകിന്. ഉള്ളി തിന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റി ചേർക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുക്കാനായിട്ട് ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഏത് പാത്രം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് അപ്പച്ചട്ടി വെച്ചു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, എങ്കിലും അത്യാവശ്യം ഈ പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പച്ചമുളകും ഉള്ളിയും ഒക്കെ ചേർത്ത് വരുമ്പോൾ ഉഴുന്നിൻ്റെ കളർ കറുത്തു പോകും. അതുകൊണ്ട് നമ്മളൊന്ന് ലൈറ്റായിട്ട് ചേഞ്ചായി വരുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ദോശ ഉണ്ടല്ലോ, നമുക്ക് അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം, ചീനച്ചട്ടിയിലും ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും ചേർക്കാം. ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പച്ചമുളകിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതുപോലെ ഉള്ളിയും നന്നായി കുക്കായി വരണം. ഇതിലേക്ക് നമുക്ക് ഉള്ളിക്കും പച്ചമുളകിനും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ദോശമാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 2 പിഞ്ച് ഉപ്പ് മതി. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഈ നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഉഴുന്നും ഉള്ളിയും പച്ചമുളകും എല്ലാം നമ്മുടെ ദോശമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് ചട്നി ഇല്ല, കറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വഴറ്റിയെടുത്ത അതേ അപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലൈറ്റായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശ ചട്ടിയിൽ പിടിക്കാതിരിക്കാനാണ്. നമുക്ക് ചട്ടിയിൽ പിടിക്കില്ല എന്നുണ്ടെങ്കിലും ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് മതി. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ചട്ടി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ വേണം നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാൻ. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ ഇരിക്കുന്ന ചട്ടിയിലേക്ക് വേണം നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ. ചൂടാവാത്ത ചട്ടിയിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചട്ടി ചൂടാക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും. വലിയ ബർണറിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് കുക്കാവില്ല, പുറമേ മാത്രമേ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചൂടാവട്ടെ. പിന്നെ നിങ്ങൾക്ക് ദോശക്കല്ലിൽ ഒഴിച്ചിട്ടും ഈ ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് സാധാരണ ദോശമാവ് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ ഒഴിക്കാം. അപ്പോൾ പരത്തരുത്, പരത്താതെ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക, അത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ദോശ വേണം എന്നുള്ളതനുസരിച്ച് ദോശമാവ് ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വലിപ്പമുള്ള ദോശയല്ല, വലിപ്പം കുറഞ്ഞ ദോശയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി ഈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിളക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഒന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. ഒരു 2-2.5 മിനിറ്റ് എടുക്കും കേട്ടോ ഒരു സൈഡ് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഞാൻ അടുത്ത സൈഡിലേക്ക് മറിക്കാൻ പോവുകയാണ്. കണ്ടോ,
ഈ സൈഡ് മൊരിഞ്ഞിട്ടേ ഉള്ളൂ, കരിഞ്ഞിട്ടില്ല, അധികം ബലമൊന്നുമില്ല കേട്ടോ. ചൂട് മാറി കഴിയുമ്പോൾ അധികം ബലമൊന്നും ഉണ്ടാവില്ല, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതൊരു 10-20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ, ആ സൈഡും കൂടെ ഒന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ കുക്കായി വരട്ടെ. ദോശയുടെ മാവ് റെഡി ആയി കഴിഞ്ഞാൽ അധികം വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ, എളുപ്പമാണ് ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ദോശ കുക്കായി കഴിയുമ്പോൾ എടുക്കാം. ഇപ്പോൾ കുക്കായിട്ടുണ്ടാവും, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ഭംഗിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തില്ലെങ്കിലും ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ദോശ ഉണ്ടാക്കാം. അടുത്ത ദോശ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ ലൈറ്റായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ ദോശക്കല്ലാണെങ്കിലും ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഒഴിക്കാൻ പാടുള്ളൂ, പരത്തിയെടുക്കരുത്. അതുപോലെ തന്നെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2-2.5 മിനിറ്റ് കഴിയുമ്പോൾ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ബൺ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കാണ്, എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവലായിട്ടുള്ള ദോശയല്ലല്ലോ, കുറച്ച് പൊങ്ങിയിരിക്കുന്ന ദോശയല്ലേ. ഇതുണ്ടോ, ഒരു ബണ്ണിൻ്റെ ചെറിയ തിക്നെസ് ഒക്കെയുള്ള ദോശയാണ്. നല്ല ഹോൾസൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ കൂടിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഞാൻ 1.5 കപ്പ് അരിയും 1/2 കപ്പ് അവിലും 1/2 കപ്പ് തേങ്ങയും എടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളമാണ് ആകെ അരയ്ക്കാൻ എടുത്തത്. അത്രയും വെള്ളം മതി നമുക്ക്. അപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ പെർഫെക്റ്റ് ആവില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പശയുള്ള പച്ചരി എടുക്കുകയാണെങ്കിൽ ദോശ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് സൈഡ് ഡിഷ് ഒന്നും വേണ്ട, വെറുതെ കഴിക്കാം. ചട്നി ഉണ്ടെങ്കിൽ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കാം, മീൻകറി ഉണ്ടെങ്കിൽ മീൻകറിയുടെ കൂടെ ചേർത്ത് കഴിക്കാം. ഹെൽത്തിയുമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരുപാട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ലല്ലോ ദോശ ഉണ്ടാക്കുന്നത്. നമ്മുടെ അരിയും ഉലുവയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഉലുവ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഉലുവയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടും ഇതിൻ്റെ ഇടയിൽ, നമ്മൾ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ 7 ദോശ, വലിയ ദോശയാണെങ്കിൽ 7 ദോശ, ചെറിയ ദോശയാണെങ്കിൽ 8 ദോശ, അതിനുള്ള മാവ് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അരിയും ഉലുവയൊക്കെ വെള്ളത്തിലേക്ക് ഇടുക, അതിനനുസരിച്ച് അരച്ചെടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് സൈഡ് ഡിഷ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ തന്നെ കറി ഉണ്ടാക്കണം എന്നുള്ള തലവേദനയൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ വെജിറ്റബിൾ കറിയുടെ എല്ലാത്തിനെയും കൂടെ കഴിക്കാം കേട്ടോ. എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്ന ഒരു ദോശയാണ്. ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാം, മീൻകറിയുടെ കൂടെ കഴിക്കാം, അങ്ങനെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിൻ്റെ ഇൻസൈഡ് കാണിച്ചു തരാം. ഇനി ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്നും സംശയം തോന്നേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കലത്തപ്പത്തിൻ്റെ ഒക്കെ ഇൻസൈഡ് ഇരിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റാണ് ഈ ഒരു ദോശ. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.